ജിലി ടീച്ചർ എന്നാൽ കുട്ടികൾക്ക് സ്നേഹത്തിന്റെ പര്യായമായിരുന്നു. കുട്ടികളെ സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരു അധ്യാപികയായിരുന്നു ജിലി. അതുകൊണ്ട് തന്നെ തങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപിക ഓർമ്മയായി എന്ന വാർത്ത ഇപ്പോഴും ആ കുട്ടികൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല. സ്കൂൾ അവധിയായിട്ട് പോലും ടീച്ചറെ അവസാനമായി ഒരു നോക്ക് കാണാനായി നിരവധി കുട്ടികളാണ് സ്കൂളിലേക്ക് എത്തിയത്. മരണം ഒരു രംഗബോധമില്ലാത്ത കോമാളിയാണെന്ന് പറയുന്നത് വെറുതെയല്ല. വെറും നിമിഷ നേരങ്ങൾ കൊണ്ടാണ് ഇവിടെ ജിലി ടീച്ചറെ മരണം കവർന്നെടുത്തത്. അതും സ്വന്തം വീട്ടുപടിക്കൽ വെച്ച് ഒരു അപകടത്തിന്റെ രൂപത്തിലെത്തി. കയ്യിൽ കുറച്ച് പൂക്കളുമേന്തിയാണ് ടീച്ചർ അവസാനമായി യാത്ര പറഞ്ഞു പോയത്. ജിലിയുടെ മൂത്തമകൾ അമൂല്യയുടെ വിവാഹം വരുന്ന ഓഗസ്റ്റിൽ നടത്താനിരിക്കെയാണ് ഒരുക്കങ്ങൾ നടക്കുന്ന വീടിന് മുന്നിൽ വെച്ച് തന്നെ ആ അമ്മയ്ക്ക് മരണമേറ്റുവാങ്ങേണ്ടി വന്നത്. കഴിഞ്ഞ ദിവസം ഭർത്തൃ സഹോദരന്റെ ഓർമ്മദിനത്തിലെ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ രാവിലെ ഭർത്താവ് വിൽസനോടൊപ്പം മാങ്ങോട് പള്ളിയിലേക്ക് പോകാൻ ഇറങ്ങിയതായിരുന്നു ജിലി. വിവാഹവുമായി ബന്ധപ്പെട്ട് ഇവരുടെ വീട്ടുമുറ്റത്ത് കട്ടപാകുന്നതിനാൽ ഇവരുടെ കാറ് അപ്പുറത്തെ വീട്ടിലായിരുന്നു നിർത്തിയിട്ടിരുന്നത്. ഈ കാറെടുത്ത് ഭർത്താവായ വിൽസൺ റോഡരികിലേക്ക് പാർക്ക് ചെയ്ത ശേഷം തിരിച്ച് വീട്ടിലേക്ക് കയറുകയായിരുന്നു. ഈ സമയം ജിലി കയ്യിലുണ്ടായിരുന്ന പൂക്കൾ കാറിലേക്ക് വെക്കാനായി പോയതായിരുന്നു. ഇതിനിടയിലാണ് എതിർദിശയിൽ നിന്നും തെന്നി നീങ്ങിയെത്തിയ പിക്കപ്പ് വാൻ ഇവരെ ഇടിച്ചു തെറിപ്പിക്കുന്നത്. ശബ്ദം കേട്ട് ഓടിയെത്തിയ ഭർത്താവും സമീപവാസികളും ചേർന്ന് ജിലിയെ ഉടൻ തന്നെ ബത്തേരിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. നിലമ്പൂരിൽ നിന്നെത്തി ഫർണിച്ചർ ഇറക്കിയ ശേഷം തിരികെ പോവുകയായിരുന്നു പിക്കപ്പ് വാന്. ഇന്ന് വൈകിട്ട് 4-ന് കോളിയാടി സ്കൂളിലെത്തിച്ച മൃതദേഹം 6 മണിവരെ പൊതുദർശനത്തിന് വെച്ചു. നാളെ രാവിലെ 10:30-ന് മാങ്ങോട് പള്ളിയിൽ വെച്ച് സംസ്കാരം നടക്കും. ജിലിയുടെ ഭർത്താവ് വിൽസൺ ബിഷപ്പ് ഹൗസ് ചീഫ് അക്കൗണ്ടന്റാണ്. അപകടം നടന്ന ദിവസം മൂത്ത മകൾ അമൂല്യ മറ്റൊരു വിവാഹത്തിൽ പങ്കെടുക്കാനായി പോയതായിരുന്നു. ഇളയ മകളായ ഏഞ്ചൽ ഉസ്ബെക്കിസ്ഥാനിൽ MBBS വിദ്യാർത്ഥിനിയാണ്. എന്തായാലും ജിലി ടീച്ചറുടെ ഈ അപ്രതീക്ഷിത വേർപാടിന്റെ വേദനയിലാണ് നാടും കുടുംബവുമെല്ലാം ഇപ്പോൾ.